കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 3.5 പതിറ്റാണ്ടായി കാണും, കലാകൗമുദിയിൽ ഒരു ലേഖനമുണ്ടായി. ആ ലേഖനം എഴുതിയ ആളുടെ പേര് ഞാൻ മറന്നുപോയി. ലേഖനത്തിൻ്റെ ടൈറ്റില് ഞങ്ങൾ തൊടുപുഴക്കാർ എന്നായിരുന്നു. പത്രപ്രവർത്തകനായിരുന്ന ആ ലേഖകൻ തൊടുപുഴയുടെ പ്രത്യേകതകളാണ് അവിടെ ആ ലേഖനത്തിൽ വരച്ചു കാട്ടിയത്. തൊടുപുഴ നിവാസികളുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതയും അദ്ദേഹം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അത്ര ശ്രേയസ്കരമായ രീതിയിലല്ല തൊടുപുഴ നിവാസികളെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ലേഖനം തുടങ്ങുന്നത് തന്നെ ഞങ്ങളുടെ പാലം പോലെ ഞങ്ങളുടെ മനസ്സും ഇടുങ്ങിയതാണ് എന്നാണ്. എന്നിട്ട് തൊടുപുഴയുള്ള ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. ആ പത്രപ്രവർത്തക സുഹൃത്ത് ഇപ്പോഴെവിടെയാണ് എന്നെനിക്കറിയില്ല. ഷാജി എന്നൊറ്റയാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ 3.5 പതിറ്റാണ്ടിന് ശേഷം ഇന്ന് തൊടുപുഴ നിവാസികൾ അഭിമാനത്തിൻ്റെ കൊടുമുടിയിലാണ്. ആ പ്രദേശത്തുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സമർപ്പിതമായ ജീവിതം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ബഹുമതി, രാഷ്ട്രത്തിൻ്റെ ബഹുമതി നേടിയിരിക്കുന്ന ഈ അവസരത്തിൽ വലിയ അഭിമാനവും ആഹ്ലാദവും ഒക്കെ നമുക്ക് ഏവരും പങ്കിടുന്ന ഈ അവസരത്തിൽ നാരായൺജി എത്ര പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് സംഘത്തിൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കണം, ഒരു പ്രചാരകൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കണമെന്ന് തീരുമാനിച്ചത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. 1955-ലോ 56-ലോ ആണ് അദ്ദേഹം ആ തീരുമാനമെടുക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഗാന്ധി വധത്തിന് ശേഷം നിരോധിക്കപ്പെട്ട ഒരു സംഘടന നിരോധനം പിൻവലിച്ചിട്ട് ഏതാണ്ട് 4-5 വർഷമാകുന്നേ ഉള്ളൂ, 5-6 വർഷം. സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിലുള്ള പൊതു ധാരണ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഈ പ്രസ്ഥാനത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എത്ര ഉത്കടമായ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരകനാകണം എന്ന് തീരുമാനിച്ചത്. അനേകം വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും പലരും അദ്ദേഹത്തെ അതിൽ നിന്നും വിലക്കിയിട്ടുണ്ടാവും, പലരും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം, ആ വിലക്കുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, തൃണവൽഗണിച്ചുകൊണ്ട് അദ്ദേഹം തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്നത് അത്ഭുതകരമായ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ മനുഷ്യർക്ക് എടുക്കാൻ പറ്റുന്നൊരു തീരുമാനമായിരുന്നില്ല ആ കാലത്ത്. അതുകൊണ്ട് തന്നെ തൊടുപുഴയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ മാതൃക ജീവിതത്തിൽ പകർത്തുവാനും തന്നാൽ പറ്റുന്ന വിധത്തിലുള്ള ദേശസേവന പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അനവധി ആൾക്കാർ അന്ന് സന്നദ്ധമായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ ചരിത്രം ഞങ്ങൾ തൊടുപുഴക്കാരുടെ മനസ്സിലുണ്ട്. തൊടുപുഴക്കാർ ഇപ്പോഴും വേദിയിൽ ഇത് അയ്യപ്പദാസ്വാമിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അത് എത്രയോ ആൾക്കാരാണ്. ജനസംഘമൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് പോലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് പറ്റുന്ന അനേകം വ്യക്തികൾ അന്ന് തൊടുപുഴയിലുണ്ടായിരുന്നു.
അപ്പോൾ ഈ നീണ്ട ഈ സംഘ പ്രചാരകൻ എന്ന ത്യാഗപൂർണമായ ഈ ജീവിതത്തിന് ശേഷം അദ്ദേഹം എടുത്ത നിലപാടുകളാണ് ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിലൂടെ, യാത്രയിലൂടെ അദ്ദേഹം ആർജിച്ച സവിശേഷമായ ഒരുപാട് വിവരങ്ങൾ, ഇതൊക്കെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് പുതിയ മനസ്സുകളിലേക്ക് സംവേദിപ്പിക്കുക എന്നുള്ള ഒരു കർമ്മത്തിലാണ്, ഒരു ശ്രേഷ്ഠ കർമ്മത്തിലാണ് പിന്നീട് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിൽ എന്തായിരുന്നു സംഘപ്രവർത്തനം, എന്തായിരിക്കണം സംഘപ്രവർത്തനം എന്ന് ചെറുപ്പക്കാരെയും മുതിർന്നവരെയും ഒക്കെ മനസ്സിലാക്കുന്ന തരത്തിൽ മനോഹരമായ സംഘപഥത്തിലൂടെ അദ്ദേഹം നീണ്ട ഒരുപാട് ലേഖനങ്ങൾ എഴുതി നമ്മുടെ മുമ്പിലേക്ക് വച്ചു. അതിൽ നമുക്ക് മനസ്സിലാകും എന്താണ് സംഘപ്രവർത്തനമെന്ന്, ഒരു പ്രചാരകൻ്റെ ജീവിതാനുഭവങ്ങൾ എന്താണ് എന്ന് വരച്ചിടുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക സ്വീകരിച്ചുകൊണ്ട് ജന്മഭൂമിയെ ഏറ്റവും നല്ല ഒരു വർത്തമാന പത്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അദ്ദേഹം മുഴുകിയത്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥരചനയും അദ്ദേഹം നടത്തി. ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളുടെ വിവർത്തനങ്ങൾ, വി ഡി സവർക്കറുടെ 6 സുവർണ ഘട്ടങ്ങൾ, ചരിത്രത്തിലെ 6 സുവർണ ഘട്ടങ്ങളെക്കുറിച്ച് ഏതാണ്ട് ദീർഘമായ ആ പുസ്തകം, വളരെ ശ്രേഷ്ഠമായ തർജ്ജമ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെയും ചാണക്യൻ്റെയും കാലം തുടങ്ങി ആധുനിക കാലം വരെ നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഏടുകൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ എച്ച് വി ശേഷാദ്രിയുടെ സങ്കല്പം കർമ്മപഥത്തിൽ എന്ന പുസ്തകത്തിൻ്റെയും വിഭജനത്തിൻ്റെ ദുഃഖകഥ എന്ന പുസ്തകത്തിൻ്റെയും വിവർത്തനം അത് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളിത് ഈ മലയാളത്തിലെ ജനങ്ങളിത് വായിക്കണം. ഭാരതത്തിലെ ജനങ്ങൾ മാത്രം എല്ലാവരും അറിഞ്ഞാൽ പോരാ, അത് കേരളത്തിലെ മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് വി ഡി സവർക്കറിൻ്റെയും എച്ച് വി ശേഷാദ്രിയുടെയും പുസ്തകങ്ങൾ വായിച്ച് എന്താണ് ഭാരതം എന്ന് മനസ്സിലാക്കണമെന്ന് ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം തയ്യാറാക്കിയ വളരെ ശ്രേഷ്ഠമായ ഇത്തരത്തിലുള്ള വിവർത്തനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത്ഭുതകരമായ തർജ്ജമകളാണ് ഈ പുസ്തകങ്ങൾ. അതിൽ അദ്ദേഹം എടുത്ത ത്യാഗങ്ങൾ, അദ്ദേഹം അന്വേഷിച്ച് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത യാത്രകൾ, ഇവയൊക്കെ ഏറ്റവും അത്ഭുതകരമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത് വായിക്കുമ്പോൾ, ഓരോ പുസ്തകങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ എന്തായിരുന്നു ഭാരതമെന്നും ഭാരതം ഏതവസ്ഥയിലാക്കിയാണ് ഇന്ന് മുന്നേറുന്നതെന്നും കൃത്യമായി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് അദ്ദേഹം. വളരെ ശ്രേഷ്ഠമായ ഈ രചനകളിലൂടെ അദ്ദേഹത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടുള്ള വിശകലനങ്ങളിലൂടെ, ചരിത്രത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള വിശകലനങ്ങളിലൂടെയൊക്കെ ഭാരതത്തിൻ്റെ ഏറ്റവും നല്ല ചിത്രം അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരച്ചിടുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക്, ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഒരു വ്യക്തിക്ക് രാഷ്ട്രത്തിൻ്റെ പരമോന്നതമായ ഒരു ബഹുമതി ലഭിക്കുമ്പോൾ നമ്മൾ അഭിമാനിക്കുകയല്ലാതെ, ആഹ്ലാദിക്കുകയല്ലാതെ, അതിൽ ഇനിയും കൂടുതൽ അദ്ദേഹത്തിന് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു അവസരമില്ല, മറ്റൊരു വഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.